ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? എനിക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഞങ്ങൾ ഇന്ന് ഈവനിങ് ചായ കുടിക്കുന്ന ഒരു റൂട്ടീനോട് കൂടിയാട്ടോ ഇന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും ഇക്കായും ചായ കുടിക്കുകയാണ്. രാവിലത്തെ ചായയ്ക്ക് ഉണ്ടാക്കിയ രാവിലത്തെ ചായയുടെ ബാലൻസ് ബാക്കി ഉണ്ടായിരുന്നതും പിന്നെ ഇക്ക മസാലദോശ വൈകിട്ടത്തേക്ക് കൊണ്ടുവന്നു. അത് കൂട്ടി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇക്ക പുറത്തേക്കൊന്ന് ജസ്റ്റ് പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രധാനമായി പറയാനുള്ളത്, ഗിവ് അവേ നമ്മുടെ അവസാനിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവ് അവേ അവസാനിപ്പിച്ചു. കാരണം നിങ്ങൾ റൂൾസ് പ്രകാരം പാർട്ടിസിപ്പൻ്റ് ചെയ്തവരെല്ലാവരും ബൗളിലാക്കി. അതുകൊണ്ടാണ് ഇനി ഗിവ് അവേ ഇപ്പോൾ തൽക്കാലം നറുക്കെടുപ്പിന് ശേഷം പുതിയ ഗിവ് അവേ ആരംഭിക്കും. അത് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നറുക്കെടുപ്പ് കഴിയുമ്പോൾ 2 പേരാണ് വിന്നറാകുന്നത്. അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കരുത്. കാരണം നമ്മൾ വിന്നറായി വരുന്നവർക്കാണല്ലോ പ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത ഗിവ് അവേക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ? നിങ്ങളിൽ ഒരാളായിരിക്കും അടുത്തതിന് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ വിജയം നിങ്ങളുടെ കയ്യിലെത്തും എന്ന് എനിക്ക് ഫസ്റ്റ് അൺബോക്സിങ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു മസാജ് ക്രീം, ഫേസിൽ മസാജ് ചെയ്യുന്ന ഒരു ബ്യൂട്ടി ക്രീം അവർ അയച്ചിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നു ഇത് ആഡ് ചെയ്തതിന് ശേഷം അവരൊരു ബോക്സിൽ ഗിഫ്റ്റുകൾ അയക്കുമെന്ന്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക്സ് അലോൺ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ വന്നു തുടങ്ങി. ആദ്യമേ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരുപാട് ഐറ്റം കൂടിയിട്ടുണ്ട്. അപ്പോൾ ക്രീം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആയിരുന്നു. ഞാൻ എൻ്റെ ഫേസിൽ ആഡ് ചെയ്തതിന് ശേഷം എനിക്ക് മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഇത് സോപ്പ്, ഹാൻഡ് വാഷ്, അതുപോലെ നമ്മുടെ ബോഡി ലോഷൻ, അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇന്ന് അവർ അയച്ചിരിക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ചെയ്തതിന് ശേഷം ക്വാളിറ്റി നമുക്ക് പറയാട്ടോ. അപ്പോൾ ഇനി അടുത്ത അൺബോക്സിങ് 3 പെർഫ്യൂമാണ്. അത് വേറൊരു ഷോപ്പിൽ നിന്നാണ്. ഞാൻ അവരോട് ഒരുപാട് കമൻറ്റുകളും നല്ല കമൻറ്റുകളും അതുപോലെ അവരുടെ അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി മണിയനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. കുറേ നേരമായി മണിയൻ്റെ അടുത്തുനിന്ന് അൺബോക്സിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ തിരക്കും കാര്യങ്ങളും വീട്ടിലെ പണികളുമായി ഞാനിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ മണിയൻ്റെ അടുത്ത് വന്നു. മണിയനെ നോക്കുവാണ്. മണിയൻ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മണിയൻ അതിലൊക്കെ നടക്കുന്നുണ്ട്, ചാടുന്നുണ്ട്, ഓടുന്നുണ്ട്. എനിക്ക് കൈ തരും. ഞാനായിട്ടിപ്പം നന്നായിട്ട് ഇണങ്ങി. അപ്പോൾ അതുകൊണ്ട് മണിയൻ പാവമാണ് കേട്ടോ. മണിയൻ കടിക്കൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ മീൻകറി കിച്ചണിലേക്ക് പോവുകയാണ്. മീൻകറി, നല്ലൊരു മീൻകറി. കഴിഞ്ഞ പ്രാവശ്യം അയല നമ്മൾ ഒരു ഹോട്ടലിൽ, ട്രിവാൻഡ്രം ഒരു ഹോട്ടലിൽ ഒരു അമ്മ വെച്ച ഒരു പാചകം, ഒരു റെസിപ്പിയാണ് ഞാൻ ആഡ് ചെയ്തത്, അയലക്കറി. അപ്പോൾ ആ റെസിപ്പി തന്നെ ചാളക്കറിയിൽ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു അടിപൊളി, അന്ന് ഞാൻ തയ്യാറാക്കിയ ഒരു റെസിപ്പി തന്നെയാണ് വീണ്ടും തയ്യാറാക്കുന്നത്. ഒരുപാട് പേര് ആ റെസിപ്പിയെക്കുറിച്ച് എന്നോട് അന്വേഷിച്ചു. അപ്പോൾ അന്ന് ഞാൻ അയലക്കറിയിലാണ് അത് പരീക്ഷിച്ചത്. ഇന്ന് ചാളക്കറിയിൽ പരീക്ഷിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് ഒരമ്മ ഒരു ഹോട്ടലിൽ, ചെറിയൊരു ഹോട്ടലിൽ ഒരു റെസിപ്പിയാണിത് ആഡ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ചാള മീനിലാണ് ഇതൊക്കെ വഴന്നു. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വെച്ചേക്കുക. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പ് ഒഴിച്ചതിന് ശേഷം പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് മാങ്ങയും ചാളയും ഒന്നിച്ച് ഇട്ടാൽ മതി. അപ്പോൾ അരപ്പ് കലക്കിയതിന് ശേഷം മീനും മാങ്ങ ഇട്ടിട്ടാണോ? കാരണം എൻ്റെ ഇക്ക മീൻ കഴിക്കില്ലാത്തതുകൊണ്ട് ചാളയിൽ മാങ്ങ ഇടുന്നുണ്ട്. അന്ന് ഞാൻ അയലയിൽ മാങ്ങ ഇട്ടു. ആ അമ്മച്ചിയും അങ്ങനെയാണ് ആ റെസിപ്പിയിൽ, മീനിൽ അവരും അയലക്കറിയിലാണ്
മറ്റേ മാങ്ങ ഇട്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചാളയിൽ മാങ്ങയും കഷ്ണങ്ങളും മീനും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി കറിയുടെ കാര്യം മാത്രമല്ല വേറെ കാര്യത്തിലേക്ക് കടക്കാം. ഇനി ഇപ്പോൾ നറുക്കെടുപ്പ് കഴിയുമ്പോൾ 2 പേരാണല്ലോ വിന്നറാവുന്നത്. അപ്പോൾ നിങ്ങളാരും നറുക്കിൽ വിന്നറാവാത്ത ആരും വിഷമിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ഈ ഗിവ് അവസാനിച്ച് കഴിയുമ്പോൾ ഇനി നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടുന്ന വ്ളോഗിൽ പുതിയ ഗിവ് ഞാൻ വരുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് കമൻറ്റുകൾ വിടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്തിലും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഇനി നമ്മുടെ ചാളക്കറി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടുകളും ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ടൈം അടിപൊളി ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ വളരെ വൈകാതെ തന്നെ ഗിവ് അവേ വിന്നറിനെയും അനൗൺസ് ചെയ്യും. അപ്പോൾ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ച്. നറുക്കെടുപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും.